കേരളം തുടരുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേർത്തലയിലെ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ അർത്തുങ്കൽ പള്ളിയുടെ മുറ്റത്താണ് ഞങ്ങളുള്ളത്. ഞായറാഴ്ച ആദ്യ കുർബാന കഴിഞ്ഞു, ജനങ്ങൾ പോയി. അടുത്ത കുർബാനയ്ക്കുള്ള ഭക്തജനങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ്, വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ റെക്ടർ കുർബാനയ്ക്കായി അകത്തേക്ക് പോയി. നമ്മളോടൊപ്പം ഈ പള്ളിയുടെ ചരിത്രം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി വൈസ് റെക്ടർ ഫാദർ സെലസ്റ്റീൻ പുത്തൻപുരയ്ക്കൽ ഉണ്ട്. ഒപ്പം സഹവികാരിയായ ഫാദർ സെബാസ്റ്റ്യൻ അദ്ദേഹവും ഉണ്ട്, വലിയ വീട്ടിൽ അദ്ദേഹവുമുണ്ട്. എന്തായാലും വൈസ് റെക്ടറിലേക്ക് ആദ്യം. ഫാദർ, ഇത് ഏത് ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞാലും ഏത് സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ പുട്ടിന് പീര പോലെ പറയുന്നതാണ് ചരിത്രം ഉറങ്ങുന്ന മണ്ണ്, ചരിത്ര പ്രാധാന്യം. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയ ചരിത്രം ഞങ്ങൾ കണ്ടു. നമ്മുടെ പിന്നിൽ ഇപ്പോൾ കാണുന്നത് പുതിയ ദേവാലയമാണ്, ബസിലിക്കയാണ്. 1967 പൂർത്തിയാക്കി പണിത് അനുഗ്രഹിച്ച ദേവാലയമാണ്. അതിന് പിന്നിൽ ആണ് മറ്റൊരർത്ഥത്തിൽ ചരിത്രം ഉറങ്ങുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ദേവാലയം പണിയാനായി പഴയ ദേവാലയത്തെ ബലി കൊടുത്തില്ല എന്നുള്ളതാണ്. പഴയ ദേവാലയത്തെ കാര്യമായി പരിരക്ഷിച്ച് അതിനെ റെനോവേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിലനിർത്തുന്ന ഓർമ്മകളും ചരിത്രവും ഉറങ്ങുന്ന ദേവാലയം അങ്ങനെ തന്നെ ഇതിന് പിന്നിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് പിന്നാലെ അതിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് പോർച്ചുഗീസ് നിർമ്മിതിയാണ്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ പുറകിൽ കാണുന്ന ഈ നിർമ്മിതി പോർച്ചുഗീസ് നിർമ്മിതിയാണ്. എന്തായാലും ചരിത്രം നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ദേവാലയം ഉണ്ടായ കഥ 1530 മുതൽ തന്നെ നമുക്ക് ഇവിടെ മിഷണറി 1981 ആദ്യമായിട്ട് ദേവാലയം പറഞ്ഞതുപോലെ പഴയ ദേവാലയത്തിൻ്റെ നിർമ്മാണം 1581 ഇപ്പോൾ കാണുന്ന ദേവാലയം അത് കഴിഞ്ഞ് പല റെനോവേഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും 1581 തന്നെ ആദ്യത്തെ ദേവാലയം ഇവിടെ പണിതു. 1530 മുതലുള്ള മിഷണറി സാന്നിധ്യം ഇവിടെ നിന്നാണ് പല മിഷൻ കേന്ദ്രങ്ങളിലേക്കും മിഷണറിമാർ പോയിക്കൊണ്ടിരുന്നത്. 1581 ദേവാലയ നിർമ്മിതിക്ക് ശേഷം 1640 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം ഈ പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. അത് കപ്പലിൽ മിലാനിൽ കൊണ്ടുവന്നു. അതിവിടെ കടൽ തീരത്ത് അതിവിടെ വരികയും ഈ ദേവാലയത്തിൽ തന്നെ അത് സ്ഥാപിക്കണമെന്ന് കപ്പിത്താന് സ്വപ്നമുണ്ടായെന്നാണ് നമ്മൾ പാരമ്പര്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ 1640 മുതൽ സെബസ്ത്യാനോസിന്റെ സാന്നിധ്യം അത് കഴിഞ്ഞ് തിരുനാൾ വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടാൻ തുടങ്ങി. 377 വർഷമായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ കൊണ്ടാടാനായിട്ട് ജനുവരി 20-ാം തീയതിയാണ് തിരുനാൾ. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ തിരുനാൾ ആഘോഷമാണ്. ജനുവരി 20 മുതൽ 27 വരെയാണ് തിരുനാൾ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തീർത്ഥാടക പ്രവാഹം വളരെ നന്നായിട്ട് അന്നോട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സെബസ്ത്യാനോസ് പുണ്യവാന്റെ രൂപം ഇത്ര പ്രസിദ്ധമാകാനായിട്ട് കാരണം പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ സെബസ്ത്യാനോസിന്റെ രൂപം കപ്പൽ മാർഗം അവർ കൊണ്ടുവരാനായിട്ട് പ്രധാനപ്പെട്ട കാരണം ലോകം മുഴുവൻ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്ന സമയത്ത് ഈ രൂപം കൊണ്ട് ലോകം ചുറ്റിക്കഴിഞ്ഞാൽ അത് മാറുമെന്നൊരു ഐതിഹ്യമുണ്ടായിരുന്നു. അതിവിടെ കൊണ്ടുവന്ന സമയത്തും ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഒരു പ്രധാന നേർച്ചയും അതാണ്. അതായത് ഒരുപക്ഷെ കടൽ തീരത്ത് നിന്ന് പോലും മുട്ടിലെ ഇഴഞ്ഞു വന്ന് നേർച്ച അർപ്പിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. പകർച്ചവ്യാധികൾ, മാറാരോഗങ്ങൾ മാറും എന്നുള്ളൊരു വിശ്വാസവും ഐതിഹ്യവും. അതെ. പിന്നെ ഒട്ടനവധി ഐതിഹ്യങ്ങളുമുണ്ട് അല്ലെ. ഇവിടെ പിന്നെ വെളുത്തച്ഛൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഫാദർ ജക്കോമോ ഫെനീഷ്യോ 33 വർഷം ഇവിടെ സേവനമനുഷ്ഠിച്ച ജക്കോമോ ഫെനീഷ്യോ അച്ഛൻ. ആ അച്ഛൻ്റെ സമയത്താണ് പ്രധാനപ്പെട്ട ദേവാലയം പണിയുന്നതും ഇവിടെ ഒരു പ്രവർത്തനം സജീവമാകുന്നു ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ അച്ഛനായതുകൊണ്ട് തന്നെ വെളുത്തച്ഛൻ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങുകയും പിന്നീട് അത് സെബസ്ത്യാനോസ് പുണ്യവാനെ തന്നെ വെളുത്തച്ഛൻ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തതാണ് ഇവിടുത്തെ ചരിത്രം. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ഇടം തന്നെയാണ് അർത്തുങ്കൽ പള്ളി എന്നുള്ളതാണ്. അതായത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ അവർ പോയി മടങ്ങി വന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെ എത്തിയാണ് മാല ഊരുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഉണ്ടല്ലേ? അതെ, അത് പണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ യാത്രകളൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യപ്പന്മാരുടെ ഇടത്താവളമായിരുന്നു നമ്മുടെ ദേവാലയം. പിന്നെ ഒരു ഐതിഹ്യം പറയുന്നത് ഈ വെളുത്തച്ഛൻ കല, വിദ്യാഭ്യാസം എല്ലാത്തിലും തൽപരനായ അദ്ദേഹം കളരി അഭ്യസിക്കാനായി ചീരപ്പൻചിറയിൽ പോയി എന്നും അവിടെ അയ്യപ്പനും എന്നൊക്കെ ഒരു ഇതും ഇതിന്റെ ഭാവം. എന്തായാലും ജാതി മത ഭേദമന്യേ ഈ ഭാഗത്ത് വരുന്നവർ ഈ ദേവാലയത്തിലൊന്നും വന്ദിക്കാതെ പോകാറില്ല എന്നുള്ളത് ഒരു സംഗതി.
അപ്പൊ ഈ ഇവിടുത്തെ ഒരു രാജവംശത്തിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു ഈ പ്രദേശം. അതെ, മൂത്തേടത്ത് രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു. അത് മാത്രമല്ല, അർത്തുങ്കൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശം എന്ന് പറയുന്നത് അന്നത്തെ ഒരു വ്യവസായ കേന്ദ്രം കൂടിയായിരുന്നു. പഴയ അതെ തീരദേശ ഗ്രാമമാണ്, ഒപ്പം തന്നെ ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇവിടെ ഇത്തരത്തിലൊരു മിഷണറി പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കൂദാശ സ്വീകരിക്കാനോ ഒന്നും അന്നത്തെ മതവിശ്വാസികൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പിന്നീട് വാസ്കോഡ് ഗാമയുടെ വരവിന് ശേഷം മിഷണറിമാർ ഇവിടേക്ക് എത്തുകയും അവരാണ് അത്തരത്തിലൊരു മത പഠനം അടക്കമുള്ള കാര്യങ്ങളും കൂദാശ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഇടവും ഒക്കെയായി ഈ പ്രദേശത്ത് ഉയർത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധത്തിനും അവരുടെ പ്രവർത്തനവും ഒക്കെ പരിഗണിച്ചാണ് മൂത്തേടത്ത് രാജാവ് ഇങ്ങനെ ഒരു പള്ളി പണിയുന്നതിനായി ഇവിടെ അനുവാദം കൊടുക്കുന്നതാണ് ചരിത്രം. വർഷങ്ങളോളം അനുവാദത്തിനായി കാത്തുനിന്ന് ഒടുവിൽ അനുവാദം ലഭിച്ച ശേഷം ഒരുപക്ഷെ മിഷണറിമാരുടെ അടക്കം ഉള്ള വിശ്വാസികളുടെ അഭ്യർത്ഥന മാനിച്ച് അനുവാദം കൊടുത്ത ശേഷം പിന്നെ പള്ളി പണിയാനുള്ള മരം അടക്കമുള്ള സഹായവും രാജാവ് ചെയ്തു. അതെ, അത് മിഷണറിമാരുടെ ഒരു പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയായിരുന്നു. അത്തരത്തിൽ മരം അടക്കം സ്വന്തം ഉദ്യാനത്തിൽ നിന്ന് മരങ്ങളടക്കം നൽകി ആ ഒരു പ്രവർത്തനത്തെ അവർ അതിന് പിന്താങ്ങി എന്നാണ് പിന്നീട് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ അച്ചു? അതുപോലെ വീണ്ടും ചരിത്രത്തിൽ തന്നെ, ഐതിഹ്യത്തിന് അപ്പുറം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയത് ഈ പള്ളിക്കൊരു വലിയ പ്രാധാന്യമുള്ളത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഇവിടെ വെച്ചാണ് വൈദികനായിട്ട് പൗരോഹിത്യം സ്വീകരിച്ചത്. പഴയ പള്ളിയിൽ വെച്ചാണ്. അത് ആൾക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ ഇവിടെ വന്ന് ഇവിടെ പട്ടം സ്വീകരിച്ചതും ഈ ദേവാലയത്തിൻ്റെ ഒരു പുണ്യ കാര്യമായിട്ട് തന്നെയാണ് ആളുകൾ ഇപ്പോഴും കാണുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഇപ്പോൾ വളരെ വിശുദ്ധനായിട്ട് വണങ്ങുന്ന ചാവറയച്ഛൻ്റെ അന്ന് തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിവിടെ വരാനായിട്ട് ഇടയായി എന്നുള്ളതും വളരെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നല്ലൊരു ഞായറാഴ്ച, ചരിത്രവും വിശ്വാസവും ഐതിഹ്യവും ഒക്കെ സമ്മേളിക്കുന്ന പൈതൃകവും, ആ പൈതൃകം സംരക്ഷിക്കുന്ന ഒരു ദേവാലയത്തിൽ നിന്നാണ് പ്രഭാത കേരളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെയധികം നന്ദി ഫാദർ സെലസ്റ്റീൻ, ഫാദർ സെബാസ്റ്റ്യൻ, ന്യൂസ് 18 കേരളത്തിൻ്റെ പ്രഭാത കേരളത്തിൽ ചേർന്നതിന്.